എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാഠപുസ്തകത്തെക്കുറിച്ചാണ്. 5ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തെക്കുറിച്ച്. എന്തുകൊണ്ട് പാഠപുസ്തകങ്ങൾ സമീപകാലത്ത് നടന്നിട്ടുള്ള പരീക്ഷകളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നുണ്ട്? പാഠപുസ്തകങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ യാതൊരു കാരണവശാലും വിട്ടുകളയാൻ സാധിക്കാത്ത ഒരു അവിഭാജ്യ ഘടകമായി എന്തു മാറിയിരിക്കുന്നു? പാഠപുസ്തകങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങൾ കൃത്യമായി പരിശോധിച്ച് ആവശ്യമുള്ളത് പഠിച്ച് നോട്ടെഴുതി പഠിച്ചാൽ മാത്രമാണ് ഇനി വരുന്ന മത്സര പരീക്ഷകൾക്ക് മികച്ച സ്കോർ നേടാൻ നമുക്ക് സാധിക്കൂ. അത് മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള വിഷയങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം പാഠപുസ്തകങ്ങളിൽ നിന്ന്, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന്. അതിൻ്റെ തുടക്കം എന്നോണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്നാണ്. എന്തൊക്കെയാണ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ പഠിക്കാനുള്ളത്? പരിശോധിക്കാം. 3 യൂണിറ്റുകളിലായി 9 പാഠങ്ങൾ. ഏതൊക്കെയാ? ടോമോയിലെ കായികമേള, കാട്ടിലെ കളികൾ, പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്നിവയാണ് 1ാമത്തെ യൂണിറ്റിലെ അധ്യായങ്ങളെങ്കിൽ, മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു, പരുക്കേറ്റ കുട്ടി, നന്മപ്പൂക്കൾ എന്നിവയാണ് 2ാമത്തെ യൂണിറ്റായ കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ അധ്യായങ്ങൾ. 3ാമത്തെ യൂണിറ്റിൽ കനൽ വഴിയിൽ കരുത്തോടെ എന്ന യൂണിറ്റിലുമുണ്ട് 3 അധ്യായങ്ങൾ. ഒന്നല്ല ഒരു കോടി മാവേലിമാർ, ഭൂമിക്കു വേണ്ടി, എരിതീയിൽ ഉയിരോടെ എന്നിവയാണ് ആ അധ്യായങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തത് കളിയുമായി ബന്ധപ്പെട്ടതാണ്. ജനാലക്കരികിലെ വികൃതിക്കുട്ടി, ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ഇതിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ടോട്ടോച്ചാൻ്റെ കഥകളും മറ്റും ഒക്കെ വായിച്ചാണ് വളർന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതാരാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ജാപ്പനീസ് കഥയായ ടോട്ടോച്ചാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കവിയായ അൻവർ അലിയാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മൂലകൃതി എഴുതിയത് ആരാണ്? തെത്സുഗോ കുറോയാനഗിയാണ് ടോട്ടോച്ചാൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. പ്രസ്തുത ജാപ്പനീസ് കൃതിയെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കവി കൂടിയായ, സിനിമാഗാന രചയിതാവ് കൂടിയായ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം, മായാനദി എന്ന ചലച്ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം. വരികൾ എഴുതിയിട്ടുള്ളത് ആരാണ്? അൻവർ അലിയാണ്. ആ അൻവർ അലിയാണ് ടോട്ടോച്ചാനിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടിട്ടുണ്ടോ നമ്മുടെ അൻവർ അലിയെ? ഇദ്ദേഹമാണ് കവിയായ അൻവർ അലി. ദേ നോക്കിക്കേ, ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, ഇതാണ് മൂലകൃതിയുടെ കവർ ചിത്രം. കണ്ടോ? തെത്സുഗോ കുറോയാനഗിയുടെയാണ് ഗ്രന്ഥം. അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അൻവർ അലി. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ലോക സാഹിത്യമായ ടോട്ടോച്ചാനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മറക്കരുത്, അൻവർ അലിയാണ് ശരിയായ ഉത്തരം. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ മലയാള സാഹിത്യത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനാണ് അൻവർ അലി. കവി, വിവർത്തകൻ, എഡിറ്റർ, സിനിമാ ഡോക്യുമെൻ്ററി എഴുത്തുകാരൻ, ചലച്ചിത്ര ഗാന രചയിതാവ് എന്നീ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട മാർഗം, ശയനം തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. മെഹബൂബ് എക്സ്പ്രസ് എന്ന കവിതയ്ക്ക് 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി. പിന്നെ 1983 മുതൽ ആനുകാലികങ്ങളിൽ കവിത എഴുതുന്നു. മഴക്കാലം അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ്. ജാപ്പനീസ് വിദ്യാഭ്യാസ രംഗത്ത് ചലനങ്ങൾ സൃഷ്ടിച്ച തെത്സുഗോ കുറയോനഗിയുടെ ടോട്ടോച്ചാൻ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും ആര് തന്നെയാണ്? നമ്മുടെ കവിയായ, നിരൂപകനായ, സിനിമാഗാന രചയിതാവായ അൻവർ അലി തന്നെയാണ്. കവിതകൾ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി, തമിഴ്, ബംഗാളി, കന്നഡ, ആസാമീസ്, മറാഠി, ഗുജറാത്തി, മൈഥിലി തുടങ്ങിയ ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷിക്കൂട്ടം എന്ന സാഹിത്യ പ്രസിദ്ധീകരണത്തിൻ്റെയും കവിതയ്ക്ക് ഒരിടം എന്ന കവിതകൾക്ക് മാത്രമായുള്ള
പ്രസിദ്ധീകരണത്തിൻ്റെയും സഹ എഡിറ്ററായി കൂടി അൻവർ അലി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ മഴക്കാലം, ആടി ആടി അലഞ്ഞ മരങ്ങളെ, മെഹബൂബ് എക്സ്പ്രസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി മറ്റൊരു പാഠഭാഗം 5ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കേട്ടോ. കൃഷ്ണഗാഥ രചിച്ചത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. ആരാണ് കൃഷ്ണഗാഥ രചിച്ചത്? ചെറുശ്ശേരിയാണ്. ഗാഥ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പാട്ട് എന്നാണ്. അതുകൊണ്ടാണ് ചിലയിടങ്ങളിൽ കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ ചെറുശ്ശേരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണ് എന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത് 1881 ഭാഷാചരിത്രം എന്ന ഗ്രന്ഥത്തിൽ പി ഗോവിന്ദപിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ ഭാഷാചരിത്ര ഗ്രന്ഥത്തിന്റെ പേരാണ് കേട്ടോ ഭാഷാചരിത്രം എന്നത്. അത് പുറത്തിറങ്ങിയ വർഷം 1881. അതിന്റെ രചയിതാവ് പി ഗോവിന്ദപിള്ളയാണ്. കണ്ടോ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. ഇപ്പോൾ അതിന്റെ പുതിയ പ്രിന്റ് നമുക്ക് ലഭ്യമാണ് വിപണിയിൽ. ഇതാണ് അതിന്റെ കവർ ചിത്രം. പിന്നെ പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാര്, ഇവരെ 3 പേരെയും ചേർത്താണ് എന്ത് വിളിക്കുന്നത്? പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരെ ചേർത്താണ് ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവർഷം 1466-75 കാലഘട്ടത്തിൽ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്നായിരുന്നു. ശരിയായ ഉത്തരം ഉദയവർമ്മ കോലത്തിരി രാജാവാണ്. നമുക്കറിയാം ആ കഥ, കൃഷ്ണഗാഥ ഉണ്ടായതിന് പിന്നിലെ കഥ നമുക്കറിയാവുന്നതാണ്. എല്ലാ ദിവസവും സ്വന്തം പത്നിയോടൊപ്പം ചതുരംഗം കളിച്ചിരുന്ന രാജാവിന് ഇന്ന് ചതുരംഗം കളിക്കാനായിട്ട് രാജ്ഞിയെ കിട്ടിയില്ല. എന്താ കാരണം? അടുത്തിടയ്ക്കാണ് അവർക്കൊരു കുട്ടിയുണ്ടായത്. ആ കുട്ടിയെ ആഹാരം കൊടുക്കാനും കുളിപ്പിക്കാനും ഉറക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് രാജ്ഞി. അതിൻ്റെ ഇടയ്ക്ക് ചതുരംഗം കളിക്കാനൊന്നും നമ്മുടെ രാജ്ഞിക്ക് സമയമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാജസദസ്സിലെ അംഗമായ ചെറുശ്ശേരിയെ രാജാവ് കാണുന്നതും ചതുരംഗം കളിക്കാനായിട്ട് ക്ഷണിക്കുന്നതും. രാജാവിൻ്റെ ക്ഷണമായതുകൊണ്ട് തന്നെ നിരസിക്കാൻ നിർവാഹമില്ല. ചെറുശ്ശേരി പൂർണ്ണ മനസ്സോടുകൂടി ചതുരംഗം കളിക്കാനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ ഒരു ദശാസന്ധിയിൽ വെച്ച് ഒരു നീക്കം പിഴച്ചു പോയാൽ രാജാവ് തോൽക്കും എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഈ സമയത്താണ് അടുത്ത് നിന്നുകൊണ്ട് തൊട്ടിലാട്ടിക്കൊണ്ടിരുന്ന, കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി താരാട്ട് പാടിക്കൊണ്ടിരുന്ന പത്നി ഈ ചതുരംഗ കളത്തിലേക്ക് നോക്കിയത്. അപ്പം രാജ്ഞിക്ക് എന്തു മനസ്സിലായി? ഒരു കാലാളിനെ എടുത്ത് മുന്നോട്ട് വച്ചാൽ രാജാവിന് കളി ജയിക്കാം എന്ന് മനസ്സിലായി. രാജ്ഞി അല്ലേ, കൗശലക്കാരിയായ രാജ്ഞി എന്ത് ചെയ്തു? താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ഉന്തുന്തുന്തുന്തുന്താളേയുന്ത് എന്നങ്ങോട്ട് പാടി. കളിയിൽ ലയിച്ചിരുന്ന ചെറുശ്ശേരി ഒരു പക്ഷേ ഇതറിഞ്ഞില്ല. പക്ഷെ ഒരു ആശയത്തിനായി കാത്തു നിന്നിരുന്ന രാജാവിന് എന്താണ് രാജ്ഞി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുകയും കാലാളിനെ എടുത്ത് മുന്നോട്ട് നീക്കുകയും ചതുരംഗത്തിൽ ചെറുശ്ശേരിയെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. കഥ അവിടം കൊണ്ടും തീരുന്നില്ല. സത്യസന്ധനായ രാജാവ് ചെറുശ്ശേരിയോട് നടന്ന കാര്യം തുറന്നു പറഞ്ഞു. ഇത്തരത്തിൽ രാജ്ഞി തനിക്കൊരു ക്ലൂ തന്നതുകൊണ്ടാണ് തനിക്ക് ചതുരംഗത്തിൽ ജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിൽ ഇതിൻ്റെ സ്മരണയ്ക്കായി താങ്കൾ എനിക്കൊരു കവിത എഴുതി സമർപ്പിക്കണം എന്ന് രാജാവ് ആവശ്യപ്പെടുന്നു. കൃഷ്ണഭക്തനായ ചെറുശ്ശേരിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഭാഗവതം ദശമസ്കന്ധത്തിലെ സ്വർഗാരോഹണം അല്ലെ, അവതാര കഥ മുതൽ സ്വർഗാരോഹണ കഥ വരെയുള്ള കഥകൾ പാട്ടുരൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് ചെറുശ്ശേരി ചെയ്തത്. ആ താരാട്ടുപാട്ടിൻ്റെ ഈണം എന്ന് പറഞ്ഞല്ലോ, അത് ഏത് വൃത്തമാണ്? മഞ്ചരി വൃത്തമാണ്. ഒരു കാലത്ത് ഉറക്കുപാട്ടായി രൂപം കൊണ്ട കൃഷ്ണഗാഥ പിന്നീട് മലയാളികളുടെ ഉണർത്തുപാട്ടായി തീർന്നു എന്നുള്ളത് ചരിത്രമാണ്. എന്തു തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള കൃഷ്ണഗാഥ അത് ഉദയവർമ്മ കോലത്തിരി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രചിച്ചത്. കൃഷ്ണഗാഥയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വൃത്തം മഞ്ചരി വൃത്തമാണ്. അതുകൊണ്ട് ഗാഥാവൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏതാണ്? മഞ്ചരിയാണ്. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ നമുക്ക് ദർശിക്കാനാകുന്നത്. ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് ഇദ്ദേഹത്തെയാണ് പരിഗണിക്കുന്നത്. ഗാഥാപ്രസ്ഥാനത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയിലൊന്നാണേത്? കൃഷ്ണഗാഥ.
ഭാഗവതം ദശമസ്കന്ധം, ഭാഗവതം അല്ലെ, ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹത്തിന് പാരായണം ചെയ്യുന്ന ഭാഗവതം നമുക്കറിയാം അല്ലെ. ആ ഭാഗവതത്തിലെ ദശമസ്കന്ധം, അതായത് 10ാമത്തെ അധ്യായം, അതിൽ നിന്നും ശ്രീകൃഷ്ണന്റെ അവതാര കഥ മുതൽ സ്വർഗാരോഹണ കഥ വരെയാണ് കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ എന്ത് പറയാം, ഭാഗവതത്തിലെ കാര്യങ്ങൾ ഏകദേശം അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിലും 47 കഥകളാണ് ഉള്ളത്. കണ്ടോ, ഭൂരിഭാഗം കാവ്യങ്ങളും മഞ്ജരി വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാഥാവൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏതാണ്? മഞ്ജരിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പദപരിചയം. പാഠപുസ്തകങ്ങളുടെയൊക്കെ ഒടുവിൽ എന്തുൾപ്പെടുത്താറുണ്ട്? ഗ്ലോസറി അഥവാ പദപരിചയം. കുട്ടികൾക്ക് സുപരിചിതമല്ലാത്ത പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അവയുടെ അർത്ഥം പാഠഭാഗങ്ങളുടെ അല്ലെങ്കിൽ പാഠങ്ങളുടെ ഒടുവിൽ ഉൾപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. ഇതും വാക്കിന്റെ അർത്ഥം കണ്ടെത്തുക, അല്ലെങ്കിൽ സമാന പദം കണ്ടെത്തുക, പര്യായപദം കണ്ടെത്തുക, അങ്ങനെ ചോദിക്കുന്ന ഇടങ്ങളിലും ഇത് വരാറുണ്ട്. നമുക്കിത് പ്രയോജനം ചെയ്യും. നോക്കിക്കേ, അടിയറവ്, തോൽവി, അന്നങ്ങൾ, അരയന്നങ്ങൾ. അന്നം എന്ന വാക്ക് ചോറ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുക. അന്നം എന്ന വാക്കിന് ഏതൊരർത്ഥം കൂടിയുണ്ട്? അരയന്നം എന്നുകൂടി അർത്ഥമുണ്ട്. പിന്നെ അന്നൽ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അരയന്നമാണ്. അപൂർവത എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പില്ലാത്ത സ്ഥിതി അഥവാ അസാധാരണമായത്. അസാധാരണം, റയർ ഇൻസിഡന്റിനെയാണ് എന്ത് പറയുന്നത്? അപൂർവ സംഭവം എന്ന് പറയുന്നത്. അർദ്ധവൃത്താകാരം എന്ന് പറഞ്ഞാൽ എന്താ? പകുതി വൃത്തത്തിന്റെ ആകൃതി. അല എന്ന് പറഞ്ഞാൽ ഓളം, വേവ്സ് ആണ്. അവിശ്വസനീയം, വിശ്വസിക്കാൻ കഴിയാത്തത്. ആക്കം, ശക്തി. ആർക്കുക, വിളിച്ചു കൂവുക. ആസ്വാദ്യകരം, ആസ്വദിക്കാവുന്നത്. ഇതൊരു തെറ്റായ പ്രയോഗമാണ് കേട്ടോ. ആസ്വാദ്യകരം എന്നുള്ളത് വേണ്ട, ആസ്വാദ്യം എന്ന് മതി. ആസ്വദിക്കാവുന്നത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം ആസ്വാദ്യകരമല്ല, ആസ്വാദ്യം എന്നാണ്. പാഠപുസ്തകത്തിൽ സംഭവിച്ചൊരു തെറ്റാണിത്. ഇതരം, മറ്റുള്ളത്. ഉദരം, വയർ. ഉലാത്തുക, ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക, അതിനെയാണ് ഉലാത്തുക എന്ന് പറയുന്നത്. ഊഴം, അവസരം. എടുപ്പ്, ഉയരമുള്ള കെട്ടിടം. എലിമെന്ററി, പ്രൈമറി. കന്നുകൾ, കന്നുകാലികൾ. കാകൻ, കാക്ക. കാനനം, കാട്. കിളുന്ന്, ഇളയത്. കുത്തക, പൂർണ്ണാവകാശം, മൊണോപ്പൊളി എന്ന് പറയാറുണ്ട് അല്ലേ. പിന്നെ കുരുടിച്ച, കുറുകിയ അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത. കേകി, കണ്ടോ, ആവർത്തിച്ച് ചോദിക്കുന്നതാണ് പരീക്ഷയ്ക്ക്. കേകി, മയൂരം. ഇതൊക്കെ ആരുടെ പര്യായമാണ്? മയിലിന്റെ പര്യായമാണ്. ബർഹി, മയിലാണ്. പിന്നെ കൈലേസ്, തൂവാല. കോകിലം, കുയിലിന്റെ പര്യായമാണ്. ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ക്ഷുഭിതൻ, കോപിച്ചവൻ. ചാലെ, നന്നായി. ചിറകൊളി, ചിറകിന്റെ ഭംഗി. ഒളി എന്ന വാക്കിന് ഭംഗി എന്നാണ് അർത്ഥം. ഛായ, നിഴൽ. പിന്നെ ജാഗരൂകൻ, ഉണർന്നിരിക്കുന്നവൻ അഥവാ ജാഗ്രതയുള്ളവൻ. ജാഗ്രത എന്ന വാക്കിന്റെ വിപരീതമാണെന്ത്? സുഷുപ്തി. ജാഗ്രത ഉണർന്നിരിക്കലാണ്, സുഷുപ്തി മയങ്ങലാണ്. പിന്നെ ടൂർണമെന്റ്, മത്സരക്കളി. ദാനവൻ, അസുരൻ. ദാനവൻ അസുരന്റെ പര്യായമാണ് കേട്ടോ, ദാനവൻ. ദിഗ്ഭ്രമം, ദിക്കുകൾ തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഈ ദിഗ്ഭ്രമം എന്ന വാക്ക് പിരിച്ചെഴുതാനൊക്കെ ചോദിക്കാം. ദിക് അധികം ഭ്രമം, ഇതാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്? ദിഗ്ഭ്രമമാകുന്നത് കേട്ടോ. ഏത് നിയമം അനുസരിച്ചാണ്? അറിയാമായിരിക്കുമല്ലോ. അതായത് ചേർത്തെഴുത്തിൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം എന്തായി മാറും? മൃദുവായി മാറും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിക് അധികം ഭ്രമം എന്തായി മാറുന്നത്? ദിഗ്ഭ്രമമായിട്ട് മാറുന്നത്. ഒരുപാട് പറയാനുണ്ട് ഈ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ സന്ദർഭവശാൽ ഒരു വാക്ക് വന്നതുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്തത് എന്താണെന്ന് നോക്കാം. തീരുന്നില്ല, ഇനിയും കൊണ്ട് കുറച്ച് പുതിയ വാക്കുകൾ. ദൃശ്യം, കാഴ്ച. ദൈർഘ്യം, നീളം. ദ്രുതചലനം, വേഗത്തിലുള്ള ചലനം. നണ്ണുക, വിചാരിക്കുക. നന്ദതനുജൻ, നന്ദന്റെ മകൻ, അതായത് ശ്രീകൃഷ്ണൻ. തനുജൻ എന്നുള്ളത് മകൻ എന്ന വാക്കിന്റെ പര്യായ പദമാണ്. നിർണയിക്കുക, നിശ്ചയിക്കുക. നൂഴ്ന്നു കയറ്റം, കുനിഞ്ഞു കയറൽ. നൊടിനേരം, അല്പസമയം. പരമാവധി, അങ്ങേയറ്റം. പാടവം, സാമർഥ്യം.
പിണയുക പറ്റുക അല്ലെങ്കിൽ വന്നു ചേരുക, പേശുക പറയുക, പൈതങ്ങൾ കുട്ടികൾ, പ്രതിരൂപങ്ങൾ പ്രതിബിംബങ്ങൾ, പ്രഥമം ആദ്യത്തേത്, ഭാജനം പാത്രം, ഭോജനം ഭക്ഷണം. അർത്ഥവ്യത്യാസം നോക്കുക കേട്ടോ. ഭാജനവും ഭോജനവും. ഭാജനം ആഹാരം കഴിക്കാനുള്ള പാത്രം അല്ലെങ്കിൽ പാത്രം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ്. ഭോജനം ഭക്ഷണമാണ്, ഭുജിക്കാനുള്ളതാണ് ഭോജനം. മാറ്റുലി പ്രതിധ്വനി അഥവാ മുഴക്കം, രോഷം ദേഷ്യം അഥവാ കോപം, ലീല കളി അഥവാ വിനോദം, വഴങ്ങുക കീഴ്പ്പെടുക, വാനരം കുരങ്ങൻ, വിപുലം വിസ്താരമുള്ള, സാമഗ്രി സാധനം അഥവാ ഉപകരണം. പിന്നെ സുപരിചിതം നന്നായി പരിചയമുള്ള, സുലഭം ധാരാളമായി കിട്ടുന്നത്. അതിൻ്റെ വിപരീതമാണ് എന്ത്? ദുർലഭം. അതായത് കിട്ടാനില്ലാത്തത് ദുർലഭം, ധാരാളമായി കിട്ടുന്നത് സുലഭം. സൂക്ഷ്മം വളരെ ചെറുത്, സ്ഥൂലം വളരെ വലുത്. സൂക്ഷ്മത്തിന്റെ വിപരീതമാണ് എന്ത്? സ്ഥൂലം. ഹംസം അരയന്നം. കിട്ടിയല്ലോ. ഇനി എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? മറ്റൊരു കൃതിയിലേക്ക് കടക്കുകയാണ്. അടുത്ത പാഠഭാഗം രാക്ഷസന്റെ ചിരി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. തിക്കോടിയൻ എന്ന പി കുഞ്ഞനന്ദൻ നായരാണ് ഈ കൃതി അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിന്റെ രചയിതാവ്. തിക്കോടിയൻ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ വളരെ 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 പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹം ഒരു നാടകകൃത്താണെങ്കിൽ പോലും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതിയുടെ കർത്താവാര്, അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു, അങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. തിക്കോടിയൻ എന്ന പി കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയുടെ പേരാണെന്ത്? അരങ്ങ് കാണാത്ത നടൻ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കിക്കേ. ഏതൊക്കെയാ? പുഷ്പവൃഷ്ടി, ഒരേ കുടുംബം, ജീവിതം, പ്രസവിക്കാത്ത അമ്മ, പുതുപ്പണം കോട്ട, യാഗശില. ഇത്രയും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. അശ്വഹൃദയം, ചുവന്ന കടൽ, പഴശ്ശിയുടെ പടവാൾ എന്നിവ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. അരങ്ങ് കാണാത്ത നടൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. രാക്ഷസന്റെ ചിരി അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ്. അടുത്ത പാഠഭാഗത്തിലേക്ക് കടന്നാൽ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിത, പരുക്കേറ്റ കുട്ടി എന്ന കവിത 5ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായിക ഓമനെ. അരികത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ, കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ. വരുന്നു ഞാൻ, എന്തോ കാരണം കൊണ്ട് കുട്ടി ഏങ്ങലടിച്ച് കരയുകയാണ്. ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ അരികത്തേക്ക് ഓടിയെത്തുകയാണ്. എന്താണ് സംഭവിച്ചത്? പനിനീർ ചെമ്പക ചെറുമുള്ളേറ്റ് നിൻ കുരുന്ന് കൈവിരൽ മുറിഞ്ഞിതേ, തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ. കയ്യിലിരിപ്പ് കൊണ്ടാണല്ലേ. എന്താ സംഭവിച്ചത്? റോസാ ചെടിയുടെ മുള്ളു കൊണ്ടിട്ട് കുഞ്ഞിൻ്റെ കൈവിരലിൽ നിന്ന് ചോര വരുന്നു. താഴെ വീണത് കൊണ്ട് തന്നെ അവൻ്റെ കാൽമുട്ട് ചതഞ്ഞിട്ടുമുണ്ട്. വെറുതെ അല്ല കുഞ്ഞ് കരയുന്നത്. മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും, മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ. കരുതേണ്ട തല്ലും ഇതിനായി ഞാനെന്ന് കരയേണ്ട നോവും അകന്നു പോം. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവ് ഭൂഷണം നിനക്കുണ്ണി എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നീ വേദനിച്ചിട്ടായിരിക്കില്ല ഒരുപക്ഷെ കരയുന്നത്. നീ വീണു എന്ന് കാണുമ്പോൾ ഞാൻ തല്ലുമെന്ന് വിചാരിച്ചായിരിക്കാം നീ കരയുന്നത്. നീ കരച്ചിൽ നിർത്തിക്കൊള്ളൂ, നിന്നെ ഞാൻ തല്ലില്ല. മാത്രവുമല്ല, കുട്ടികളാണെങ്കിൽ അവർ വളരണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഇത്തരത്തിലുള്ള കുസൃതികൾ വേണം. ഇത്തരത്തിലുള്ള ഒടിവുകളും മുറിവുകളും ചേർന്നതാണെന്ത്? മനോഹരമായ ബാല്യകാലം. ഇതിൽ നിന്നും നീ വേദന പഠിക്കും. അത് നിന്റെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി മാറും. ഉരച്ചിവണ്ണം അക്ഷതം ഓരോന്നുമേ തിരിച്ച് ചുംബിച്ചാൾ ഉടനമ്മ, സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ
കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ. എത്ര മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. ഇത്തരത്തിൽ അമ്മ ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ, അളി വണ്ടാണ്. വിരിഞ്ഞ പൂവിൽ തേൻ നുകരാനായി വണ്ട് വരുമ്പോ വണ്ട് ഈ പൂവിനെ ചുംബിക്കുന്നത് പോലെ അമ്മ കുഞ്ഞിനെ ചുംബിക്കുകയാണ്. ആ സന്തോഷത്താൽ കുട്ടി ചിരിക്കുകയാണ്. കുട്ടി എങ്ങനെയാ ചിരിച്ചതെന്ന് നോക്കിക്കേ. കാർ നീങ്ങും ശശി പോലെ. കാർമേഘം നീങ്ങിക്കഴിഞ്ഞാൽ ചന്ദ്രനെ തെളിഞ്ഞു കാണാൻ സാധിക്കും അല്ലേ? അത്രയും മനോഹരമായി ആശ്വാസം കിട്ടിയ കുട്ടി പുഞ്ചിരിക്കുന്നു. അവിടെ കവിത അവസാനിക്കുകയാണ്. പരിക്കേറ്റ കുട്ടി എന്ന കവിത അതിമനോഹരമായ ആശാൻ കൽപ്പനകളാൽ സമൃദ്ധവും കൂടിയാണ് കേട്ടോ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. പുഷ്പവാടി 1922 ആശാൻ പുഷ്പവാടി എന്ന ബാലകവിതാ സമാഹാരം പ്രസിദ്ധപ്പെടുത്തിയത്. ഇതിലെ വളരെ പ്രസിദ്ധമായൊരു കവിത നമുക്ക് ഏവർക്കും അറിയാം. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന അശോകം അല്ലേ? അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത് ആരുടെ തന്നെയാണ്? കുമാരനാശാന്റെ തന്നെ കവിതയാണ്. ആ കവിതാ സമാഹാരത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള മറ്റൊരു കവിതയാണ് ഏത്? പുഷ്പവാടി എന്ന കവിത കേട്ടോ. പിന്നെ പുഷ്പവാടിയിൽ 16 കാവ്യസുമങ്ങൾ, 16 കവിതകളാണ് ഇതിലുള്ളത്. പുഷ്പവാടി എന്ന സമാഹാരത്തിൽ ഉള്ളത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ബാലകവിതകൾ തിരഞ്ഞെടുക്കുകയാണെന്നിരിക്കട്ടെ, മുൻനിരയിൽ സ്ഥാനം പിടിക്കുന്ന കവിതകൾ പലതും കുമാരനാശാന്റേതായിരിക്കും. അതിലൊന്ന് ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് തുടങ്ങുന്ന കുട്ടിയും തള്ളയും മനോഹരമായ കവിതയാണ് അല്ലേ? ചിത്രശലഭങ്ങൾ പൂവിൽ നിന്ന് പറക്കുന്നത് കണ്ടിട്ട് കുട്ടി എന്താണ് പറയുന്നത്? ദേ പൂക്കൾ പൂവിൽ നിന്ന് പറന്നു മുകളിലേക്ക് പോകുന്നു. അത്യാശ്ചര്യത്തോടെ കുട്ടി അമ്മയോട് പറയുന്നതാണിത്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അത് പൂക്കളല്ല, അത് പൂമ്പാറ്റകളാണ്. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടും കുമാരനാശാൻ എഴുതിയിട്ടുള്ള അതിമനോഹരമായ കവിതയാണത്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അതിമനോഹരമായ കവിതയാണ്. പിന്നെ പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം, അത് പൂക്കാലം എന്ന കവിതയിൽ നിന്നുള്ളതാണ്. പിന്നെ 15ാം കവിതയായ സങ്കീർത്തനത്തിലെ ആദ്യ ശ്ലോകത്തിലും പുഷ്പവാടിയുടെ നിത്യസൗരഭം നമുക്ക് നുകരാൻ കഴിയും അല്ലേ? പ്രാർത്ഥനാഗീതമായിട്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇത് ആലപിച്ചിട്ടുണ്ട്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും എന്ന് തുടങ്ങി ഈശനെ വാഴ്ത്തുവിൻ എന്ന് അവസാനിക്കുന്ന ആ ശ്ലോകം അല്ലേ പല വേദികളിലും പ്രാർത്ഥനയായി ആലപിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ 1922 പുഷ്പവാടി രചിച്ചത്. 22ന്റെ പ്രാധാന്യം മറ്റു പലതും കൂടിയുണ്ട്. എന്താണ്? കുമാരനാശാന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളായ ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി എന്നിവ പ്രസിദ്ധപ്പെടുത്തിയതും ഇതേ വർഷമാണ്, 1922. അതുകൊണ്ട് ഈ 3 കൃതികളുടെയും ശതവാർഷികമായിരുന്നു 2022. പുഷ്പവാടിയുടെ ശതാബ്ദി ബാലകവിതാ വർഷമായി നാം ആഘോഷിച്ചു. അന്ന് 2022ന്റെ പ്രത്യേകത ബാലകവിതാ വർഷമാണ്. എന്താണ് അങ്ങനെ ആഘോഷിക്കാൻ കാരണമായത്? കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതയുടെ 100ാം വാർഷികമായത് കൊണ്ടാണ്. കിട്ടിയല്ലോ. പിന്നെ പാഠഭാഗത്തില് അഭ്യാസങ്ങളുടെ കൂടെ സമാന ആശയത്തിലുള്ള ഏതാനും കവിതകൾ കൂടി ഉൾപ്പെടുത്തി കാണുന്നു. കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉജ്ജ്വല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് അക്ഷയ പാൽപാത്രം. മറ്റൊന്ന് കൈതപ്രത്തിൻ്റെ എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണ് അച്ഛൻ, കടലാസു തോണിയെ പോലെയൻ ബാല്യത്തിൽ ഒഴുകുന്നൊരോർമ്മയാണ് അച്ഛൻ, ഉടലാർന്ന കാരുണ്യമച്ഛൻ കൈവന്ന ഭാഗ്യമാണ് അച്ഛൻ. സത്യം ശിവം സുന്ദരം എന്ന ചലച്ചിത്രത്തിൽ ഈ ഗാനം എന്തായിട്ട് എടുത്തിട്ടുണ്ട്? ചലച്ചിത്ര ഗാനമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇടശ്ശേരിയുടെ പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതെ അങ്ങനെ നിന്നാളമ്മ, കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുറ്റി കണക്കങ്ങ് നിന്നാളമ്മ, കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരാൽ ഒക്കെ കെടുത്താളമ്മ, നരിയായും പുലിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ അല്ലേ? ഇടശ്ശേരിയുടെ
പൂതപ്പാട്ട് എന്ന കവിതയിലെ വരികളാണിത്. അപ്പോൾ മാതൃപിതൃ സ്നേഹം സ്ഫുരിച്ചു നിൽക്കുന്ന ഏതാനും കാവ്യശകലങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്നേഹവും സൗഹൃദവും കരുതലും ഇങ്ങനെ എത്രയെത്ര കവിതകളിലുണ്ട്. അത്തരം കവിതകൾ കണ്ടെത്തി എഴുതി സൂക്ഷിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭ്യാസത്തിലെ ഭാഗമാണിത്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഈ വരികൾ തന്നിട്ട് ആരുടേതാണ് ഈ വരികൾ എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇദ്ദേഹമാണ് കുരീപ്പുഴ ശ്രീകുമാർ. ശ്രദ്ധേയനായ മലയാള കവിയാണ്. ആഫ്രോ ഏഷ്യൻ യങ് റൈറ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെയും ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇദ്ദേഹം സമ്മേളനങ്ങളിൽ പങ്കെടുത്തിയിട്ടുണ്ട്. പിന്നെ കുരീപ്പുഴ ശ്രീകുമാർ നവമാധ്യമമായ ഫേസ്ബുക്കിലൂടെ ഇന്ന് വായിച്ച കവിത എന്ന പങ്ക്തിയിലൂടെ ദിവസേന ഓരോ കവികളുടെ കവിത വായനക്കാർക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വരാം, ഇന്ന് വായിച്ച കവിത എന്ന ഫേസ്ബുക്ക് പങ്ക്തിയുടെ കർത്താവാര് എന്ന് വേണമെങ്കിൽ ചോദ്യം വരാം. ഉത്തരം എന്താണ്? കുരീപ്പുഴ ശ്രീകുമാർ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പെണങ്ങുണ്ണി, ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങൾ, രാഹുലൻ ഉറങ്ങുന്നില്ല, അമ്മ മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കൂടാതെ ഹബീബിൻ്റെ ദിനക്കുറിപ്പുകൾ, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകൾ, കീഴാളൻ, യക്ഷിയുടെ ചുരിദാർ, നരകത്തിലേക്ക് ഒരു ടിക്കറ്റ്, ഇത്തിരി സ്നേഹമുണ്ടോ സിറിഞ്ചിൽ, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ലേഖനങ്ങൾ, സൂയിസൈഡ് പോയിന്റ് എന്ന പേരിൽ അദ്ദേഹം ചില ഇംഗ്ലീഷ് കവിതകൾ പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൈതപ്രത്തിൻ്റെ വരികൾ ഉണ്ടായിരുന്നു അല്ലേ? അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് തുടങ്ങുന്ന ആ കവിതയിലെ ഏതാനും ഭാഗങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. 1985 ഫാസിൽ സംവിധാനം ചെയ്ത എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രമാണ് കൈതപ്രം ഗാനരചന നടത്തിയ ആദ്യ ചിത്രം. ഇതിലെ ദേവദുന്ദുബി സാന്ദ്രലയം പാടാത്ത മലയാളികൾ ഉണ്ടാവില്ല. അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനമായിരുന്നു. 1993 പൈതൃകത്തിലെ ഗാനരചനയ്ക്കും 96 അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കൈതപ്രത്തെ തേടി എത്തുകയുണ്ടായി. നാടക ഗാനരചനയ്ക്കും 2 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. 1996 ദേശാടനം എന്ന ചിത്രം ജയരാജ് തന്നെയാണ് സംവിധാനം ചെയ്തത്. അതിൽ ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെയാണ്. 1997 കാരുണ്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. ദേശാടനം, കളിയാട്ടം, തട്ടകം, എന്നു സ്വന്തം ജാനകിക്കുട്ടി തുടങ്ങിയ 20ഓളം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇതിനകം 400-ൽ പരം ചിത്രങ്ങൾക്ക് ഗാനരചനയും ആര് നിർവഹിച്ചിട്ടുണ്ട്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഇടശ്ശേരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് ആര്? ഇടശ്ശേരി. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്ന് ചോദിച്ചത് ഇടശ്ശേരിയാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്ന് പാടിയതും ആര് തന്നെയാണ്? ഇടശ്ശേരി തന്നെയാണ്. മലയാള കവിതയിൽ കാൽപ്പനികതയിൽ നിന്നുള്ള വഴിപിരിയലിന് തുടക്കം കുറിച്ച കവിയും നാടകകൃത്തുമായിട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരെ ചിലരെങ്കിലും പരിഗണിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാണ്? അളകാവലി, പുത്തൻ കലവും അരിവാളും, പൂതപ്പാട്ട്, കുറ്റിപ്പുറം പാലം, കറുത്ത ചെട്ടിച്ചികൾ, വായാടി, ഇടശ്ശേരിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ ഒരു പിടി നെല്ലിക്ക, അന്തിത്തിരി, അമ്പാടിയിലേക്കു വീണ്ടും, ഹനുമൽ സേവ, തുഞ്ചൻ പറമ്പിൽ, തൊടിയിൽ പടരാത്ത മുല്ല, ഇസ്ലാമിലെ വന്മല, നെല്ലുകുത്തുകാരി, പാറുവിൻ്റെ കഥ, കൊച്ചനുജൻ, ലഘുഗാനങ്ങൾ, ത്രിവിക്രമന് മുൻപിൽ, കുങ്കുമ പ്രഭാതം, അന്തിത്തിരി, പണിമുടക്കം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യ സമാഹാരങ്ങളാണ്. കൂടാതെ നാടകങ്ങളും ഇടശ്ശേരി രചിച്ചിട്ടുണ്ട്. നൂലുമാല, കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം, ചാലിയെത്തി, ഇടശ്ശേരിയുടെ നാടകങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടക ഗ്രന്ഥങ്ങൾ. പിന്നെയോ ഇതിൻ്റെ ഒടുവിലും എന്തുണ്ട്? പദപരിചയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്ഷയം, നശിക്കാത്തത്,
ക്ഷയം എന്ന വാക്കിന്റെ വിപരീതമാണ് അക്ഷയം. ക്ഷയം നശിക്കുന്നത്, അക്ഷയം നശിക്കാത്തത്. അന്ധ കാഴ്ചയില്ലാത്തവൾ. അമ്പ് അല്ലെ, അൻപ്, തമിഴിൽ അൻപ് എന്ന വാക്ക് ഉപയോഗിക്കുമല്ലോ സ്നേഹം എന്ന അർത്ഥത്തിൽ. അതേ അർത്ഥത്തിൽ മലയാളത്തില് അമ്പൊട്, സ്നേഹത്തോടെ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അലോഗ്യം, ലോഹ്യം എന്ന വാക്കിന്റെ പ്രാദേശിക രൂപമാണ് കേട്ടോ. ലോഹ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുശലം ചോദിക്കുക എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അലോഗ്യം ഇഷ്ടമില്ലായ്മയാണ്. അളി, വണ്ട് പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇരിക്കപ്പൊറുതി, മനസ്സിന്റെ സമാധാനം അഥവാ സ്വസ്ഥത. ഉജ്ജ്വല നക്ഷത്രം, തിളങ്ങുന്ന നക്ഷത്രം. ഉരയ്ക്കുക, പറയുക അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഒക്ക് എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന്റെ ഒരു വശത്ത്, കുഞ്ഞുങ്ങളെ ഒക്കത്തെടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ അർത്ഥത്തില്. ഓരത്ത്, സമീപം. കഷ്ടത, വിഷമം. പിന്നെ കുഴഞ്ഞു മറിയുക, സങ്കീർണമാവുക. കൂന്ന്, നന്നായി കുനിഞ്ഞ്. കൊഞ്ഞനം കുത്തുക, മുഖം കോട്ടി പരിഹസിക്കുക. കോറിയിടുക, വരച്ചിടുക. കോലായ, വീടിന്റെ ഇറയം അഥവാ വരാന്ത. ക്ഷതം, മുറിവ്, പരിക്ക്. ചിണുങ്ങുക, കൊഞ്ചിപ്പറയുക അല്ലെങ്കിൽ ചെറുതായി വാശി പിടിക്കുക. ചെറുവാല്യക്കാരൻ, ചെറുപ്പക്കാരൻ. തെരുവോരം, തെരുവിന്റെ അരിക്. ദുരന്തം, ആപത്ത്. പഴുത്, വിടവ്. പുലരാൻ കാലത്ത്, അതിരാവിലെ. പെടാപ്പാട്, വലിയ കഷ്ടപ്പാട്. പൈതൽ, തീരെ ചെറിയ കുട്ടി. ഭൂഷണം, അലങ്കാരം. ഈ ഭൂഷണം എന്ന വാക്കിന്റെ വിപരീതമാണേത്? ദൂഷണം. പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഭൂഷണം വിപരീതം ദൂഷണമാണ്. ഇപ്പൊ ദൂഷണം നശിപ്പിക്കാനുള്ളത്, ഭൂഷണം മനോഹരമാക്കാനുള്ളത്. പിന്നെ മയക്കുവിദ്യ, മയക്കാനുള്ള സൂത്രം. മരവിക്കുക, അനങ്ങാൻ കഴിയാതാവുക. മൂർധാവ്, നെറുക. ശശി, ചന്ദ്രൻ. ശുണ്ഠി, ദേഷ്യം അഥവാ വാശി. സ്ഫുരിക്കുക, തെളിയുക അഥവാ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. പിന്നെ വേറെയും ചില പദപരിചയങ്ങൾ കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. നോക്കിക്കേ. അകത്തളം, ഉള്ളിലെ മുറി. അജണ്ട, കാര്യപരിപാടി. ആഗോളതാപനം, ഭൂമിയുടെ താപനില വർദ്ധിക്കൽ. ആജ്ഞാപിക്കുക, അധികാരത്തോടെ നിർദ്ദേശിക്കുക. ആർദ്രത, ദയ, അലിവ്. ആർദ്രം എന്ന വാക്കിന് നനവ് എന്നുകൂടി അർത്ഥമുണ്ട്. ഇരുട്ടറ, ഇരുട്ടുള്ള മുറി. ഉത്സാഹഭരിത, ഉത്സാഹം നിറഞ്ഞവൾ. ഉയിർപ്പ്, ജീവൻ. കുത്തിയൊഴുകുക, ശക്തമായി ഒഴുകുക. കുരുതി, നശിപ്പിക്കൽ. കൂമ്പാരം, കൂന കൂട്ടിയത്. ചമയ്ക്കുക, ഉണ്ടാക്കുക. ചഷകം, പാത്രം. ചെറ, ജലാശയങ്ങളെ തടഞ്ഞു നിർത്തുന്ന വരമ്പ്. അതിനെയാണ് എന്തു പറയുന്നത്? ചെറ എന്ന് പറയുന്നത്. പിന്നെ ചേല്, ഭംഗി. ജീവിതശൈലി, ജീവിത രീതി. തല പുകയ്ക്കുക, പ്രയാസപ്പെടുക. തുളുമ്പുക, കവിഞ്ഞു പുറത്തേക്കൊഴുകുക. ദ ഗാർഡിയൻ, ഒരു പ്രസിദ്ധമായ ഇംഗ്ലീഷ് പത്രത്തെക്കുറിച്ച് സൂചന പാഠഭാഗത്തുണ്ട്, അതാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ദൈന്യത, സങ്കടം. ദൈന്യത എന്നുള്ള പ്രയോഗം തെറ്റാണ്. ദീനന്റെ ഭാവം, അതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ദൈന്യമാണ്. ദൈന്യത എന്നുള്ളത് തെറ്റായ പദമാണ് കേട്ടോ. പിന്നെ നന്മത്തിരി, നന്മയുടെ തിരി. പതിയെ പതിയെ, പതുക്കെ പതുക്കെ. പരിഹാരം, തീർപ്പ്. പരിഹാസം, കളിയാക്കൽ. പരുവം, പാകമാകൽ. പളുങ്കുപാത്രം, ചില്ലുപാത്രം. പ്രയത്നം, അധ്വാനം. പ്രസാദിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. പ്രസാദം, പ്രസാദം എന്ന വാക്ക് സന്തോഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ വിപരീതം എന്താണ്? വിഷാദം. പ്രസാദം എന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് പ്രസന്നം. അതിൻ്റെ വിപരീതം എന്താണ്? വിഷണ്ണം. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ മാറിപ്പോകരുത്. പിന്നെ പ്രൗഢം, ഗംഭീരം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പിന്നെ ഭീകരസത്വം, പേടിപ്പിക്കുന്ന രൂപം. ഇത് വിഗ്രഹിച്ചെഴുതുമ്പോഴോ ഭീകരമായ സത്വം. ആയ എന്ന ശബ്ദം നടുക്ക് വരുന്നത് കൊണ്ട് കർമ്മധാരയ സമാസം കൂടിയാണ്. രൗദ്രഭാവം, കോപഭാവം. ലക്ഷ്യബോധം, ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം. വഴിപോക്കർ, യാത്രക്കാർ. വിലപിക്കുക, കരയുക. ശകാരം, വഴക്കു പറച്ചിൽ. സമസ്തം, മുഴുവനും അല്ലെങ്കിൽ എല്ലാം എന്നാണ് പ്രയോഗത്തിനർത്ഥം.
പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠപുസ്തകത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിയത്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന അറിവ് ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ തുടക്കം എന്നോണമാണ് ഇവിടെ ഇത് ഉൾപ്പെടുത്തിയത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, അതായത് വൊക്കാബുലറി പാർട്ട് പഠിക്കാനായിട്ട് ഇത് സഹായകമാകുന്നുണ്ടോ, സാഹിത്യകാരന്മാരെയും സാഹിത്യത്തെയും അടുത്തറിയാൻ സാധിച്ചില്ലെങ്കിലും അവയിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാൻ ഈ ഒരു സെഷൻ സഹായകമാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർന്നു വരുന്ന ക്ലാസ്സുകൾ. അപ്പോൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.